ഈ കഥയുടെ പേരാണ് പഞ്ഞി നനഞ്ഞാൽ. കച്ചവടക്കാരൻ തന്റെ കഴുതപ്പുറത്ത് ഉപ്പുചാക്ക് വെച്ച് നഗരത്തിലേക്ക് പോവുകയായിരുന്നു. ഒരു അരുവി മുറിച്ച് കടന്നു വേണം അവർക്ക് പോവാൻ. വെള്ളത്തിൽ സ്ഥാപിച്ച കരിങ്കല്ലുകളിൽ ചവിട്ടി കഴുത നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവന്റെ കാല് തെറ്റി. ഉപ്പുചാക്കുമായി അവൻ വെള്ളത്തിൽ വീണു. ഏറെ നേരത്തെ ശ്രമത്തിന് ശേഷം അവൻ ഒരുവിധം നീന്തിക്കയറി. അപ്പോഴേക്കും അവന്റെ പുറത്തെ ഉപ്പ് മിക്കവാറും വെള്ളത്തിൽ അലിഞ്ഞുപോയി. ഭാരം കുറഞ്ഞ ചാക്കുമായി അവൻ സന്തോഷത്തോടെ നടന്നു. പിറ്റേന്ന് കൂടുതൽ ഉപ്പ് നിറച്ച ചാക്ക് കഴുതപ്പുറത്ത് കയറ്റി കച്ചവടക്കാരൻ അതേ വഴി വീണ്ടും വന്നു. അരുവിയിലെത്തിയപ്പോൾ കഴുത മനഃപൂർവ്വം വെള്ളത്തിൽ വീണു. ഇക്കുറിയും ഉപ്പ് വെള്ളത്തിലലിഞ്ഞ് ചാക്കിന്റെ ഭാരം കുറഞ്ഞു. അത് കഴുതയുടെ തന്ത്രമാണെന്ന് കച്ചവടക്കാരന് മനസ്സിലായി. അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ അയാൾ തീരുമാനിച്ചു. അടുത്ത ദിവസം ഉപ്പിന് പകരം പഞ്ഞി നിറച്ച ചാക്കാണ് അയാൾ കഴുതപ്പുറത്ത് വെച്ചത്. ഇതറിയാതെ കഴുത അന്നും വെള്ളത്തിൽ വീണു. പഞ്ഞി നനഞ്ഞു കുതിർന്നു. കച്ചവടക്കാരൻ അവനെ അടിച്ച് കരയ്ക്ക് കയറ്റി. പഞ്ഞി നനഞ്ഞതിനാൽ നേരത്തെ ഉള്ളതിന്റെ ഇരട്ടി ഭാരമായി. അതും ചുമന്ന് കച്ചവടക്കാരന്റെ അടിയും കൊണ്ട് കഴുത നടന്നു. ഈ കഥയുടെ ഗുണപാഠമാണ് മടിയൻ മല ചുമക്കും. ഉപ്പ് വെള്ളത്തിൽ വീണാൽ അലിഞ്ഞ് അതിന്റെ ഭാരം കുറയുമെന്നും പഞ്ഞി വെള്ളത്തിൽ വീണാൽ അതിന്റെ ഭാരം കൂടുമെന്നും നിങ്ങൾക്കറിയാമായിരുന്നു കൂട്ടുകാരെ? കമന്റ് ചെയ്യണേ.